ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും. പല ആൾക്കാർക്ക് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഏതായാലും ഒരു ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ പോകുമ്പോൾ അടുത്തൊരു കാര്യം ക്ലിയർ ആകില്ല. ഉദാഹരണം പറയാം, സ്റ്റിയറിംഗ് കൺട്രോള് കൂടുതൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും. ഗിയർ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിയറിലേക്ക് വീഴാതെ വണ്ടി ഓഫായി പോകും. പിന്നെ സംഭവിക്കുന്നത് ഗിയറിലേക്ക് കൂടുതലായിട്ടുള്ള ശ്രദ്ധ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒരേ രീതിയിൽ എങ്ങനെ ബാലൻസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. നമുക്കിനി ഈ വില്ലേജ് റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഒരു റോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വളവും തിരിവും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടി വരും. റോഡിന് വീതി കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് അടുപ്പിച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇനി പല ആൾക്കാർക്കുള്ള ഒരു ചിന്തയാണ്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്റ്റിയറിങ്ങിനാണോ ഗിയർ ഷിഫ്റ്റിങ്ങിനാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം നൽകുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിനായിരിക്കണം. രണ്ടാമതായിരിക്കണം നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിന് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കാലിതേ ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിനി ആദ്യം പ്രാധാന്യം നൽകുന്നത് എന്തിനായിരിക്കണം? സ്റ്റിയറിങ്ങിനായിരിക്കണം. ഇപ്പം ഞാൻ ഇതേ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിച്ചേക്കുന്ന വിധം നോക്കുക. ഏകദേശം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുക. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം. എന്നിട്ട് ഞാനിതേ ജസ്റ്റ് ക്ലച്ച് നയിക്കുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിതേ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുകയാണ്. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിനാണ്. ദേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ പതുക്കെ വണ്ടി എടുക്കുന്നു. ഓക്കെ, ഇതേ പതിയെ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. ഓക്കെ, ഇപ്പം ഞാനിത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി ഫസ്റ്റ് ഗിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും കൂടെ ഒരേപോലെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഗിയർ ഇടാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പർ ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ കൈ എടുത്തിട്ട് ഇവിടെ പിടിച്ചേക്കുന്ന കൈ കുറച്ചും കൂടെ മുകൾ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുക. ഏകദേശം ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ഇത് ഇങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് നിങ്ങളിത് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ എൻ്റെ ഇടത്തെ കൈ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കുക, ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ പോകുന്നു, ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ ബാലൻസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. എന്നിട്ട് എൻ്റെ ഇടത്തെ കൈ കൊണ്ട് പ്രോപ്പർ സെക്കൻഡ് ഗിയറിലേക്ക് ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ സെക്കൻഡ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചേർത്ത് താഴോട്ടിട്ടത്. അപ്പോൾ ഗിയർ തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ കുനിഞ്ഞുള്ള നോട്ടത്തിലേക്ക് പോകരുത്. അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഗിയർ ഇട്ടു, അതിനുശേഷം നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു, പ്രോപ്പർ സ്റ്റിയറിങ്ങിന് ബാലൻസ് നൽകിയിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോവാണ്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വളവിൽ ഗിയർ ഇടാതെ, ഇപ്പം നിങ്ങൾ നോക്കി വളവ് തിരിഞ്ഞു, അത്യാവശ്യം നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയാൽ അടുത്ത ഗിയർ ഇടുക. അതിനുവേണ്ടി നിങ്ങളുടെ വലത്തെ കൈ വെച്ച് നമ്മളിത് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ നോട്ടം റോഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആയിരിക്കണം. അങ്ങനെ നോക്കിയാലും നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് എന്തായാലും കൃത്യമായിട്ട് നമ്മുടെ കണ്ണ് ഈ താഴ്ഭാഗം ഗിയറിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ കുനിഞ്ഞ് ഗിയറിലേക്ക് നോക്കാതെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക. നോട്ടം ഇങ്ങനെ പോവുക, ഉറപ്പായിട്ടും നമ്മുടെ ആ നോട്ടത്തിൻ്റെ ഒരു ഭാഗം ഗിയർ ലിവറിലേക്ക് വരും. എന്നിട്ട് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഗിയറിലേക്ക് ഇടാം. നിങ്ങൾ നോക്കിയാൽ റോഡ് സ്ട്രെയിറ്റ് ആയി, വലത്തെ കൈ കൊണ്ട് ഞാനിങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, എന്നിട്ട് ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, തേർഡ് ഗിയറിലേക്ക് പ്രോപ്പറായിട്ടിട്ടു. എന്നിട്ട് ക്ലച്ച് നയിക്കുന്നു, വീണ്ടും നമ്മൾ രണ്ട് കൈയും ഈ ഒരു ഭാഗത്ത് ബാലൻസ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള്
കൂടുതൽ ബാലൻസ് കിട്ടുന്നത് വലത്തെ കൈയിലാണ്. നോക്കുക, നമ്മുടെ ഇടത്തെ കൈയല്ല, വലത്തെ കൈ കൊണ്ട് നമ്മൾ കൂടുതൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയും പോകത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ 3rd ഗിയറിൽ പോകുന്നു, ഇനി അടുത്തൊരു 4th ഗിയർ ഇടാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇടത്തെ കൈ ഞാൻ ജസ്റ്റ് ഫ്രീ ആക്കുകയാണ്, എന്നിട്ട് വലത്തെ കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, എൻ്റെ ഇടത്തെ കൈ ഞാൻ മെല്ലെ എടുത്ത് ഗിയർ ലിവറിലേക്ക് വെച്ചു. നിങ്ങൾ നോക്കിയേ, എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ ബാലൻസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ അടുത്ത ഗിയർ ഇടാൻ തീരുമാനിച്ചു, എൻ്റെ ഒരു കൈ കൊണ്ട് ഞാനിത് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, മറ്റേ കൈ ഗിയർ ലിവറിലുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, ആ ഒരു സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഗിയർ ഷിഫ്റ്റിങ്ങും തെറ്റത്തില്ല, സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റത്തില്ല. നിങ്ങൾ നോക്കുക, ഇപ്പം കണ്ടില്ലേ. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു സംശയം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ലിവറിലേക്ക് കൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗിയറിൻ്റെ നോബിന് അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന മറ്റ് അനുബന്ധപ്പെട്ട പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരത്തില്ലേ എന്നുള്ളൊരു ചിന്ത വരും. നമ്മൾ ഒരുപാട് സമയം ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് ബലം കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് കൂടുതൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഓക്കെ, ഇപ്പോൾ ഞാനത് 3rd ഗിയറിൽ വീണ്ടും ഡൗൺ ചെയ്തിട്ടു. ഇനി നിങ്ങൾ നോക്കുക, വീണ്ടും 2 കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ബാലൻസ് സ്റ്റിയറിംഗിൽ കിട്ടാനായിട്ട് ഈ 9-3 പൊസിഷനിൽ നിന്ന് കുറച്ച് മേളിലേക്ക് കയറ്റി കൈ പിടിക്കുക. അതായത് 10-10 പൊസിഷനിൽ പിടിക്കുക. 10-10. അപ്പോൾ നമുക്കിതേ വലത്തെ സൈഡിലേക്ക് ഇത് ഇങ്ങനെ തിരിക്കാം. നിങ്ങൾ നോക്കിയേ, വലത്തെ സൈഡിലേക്ക് ഞാനിങ്ങനെ തിരിക്കുന്നു, എന്നിട്ട് വീണ്ടും ഞാനിതേ എൻ്റെ വലത്തെ കൈ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇടത്തെ സൈഡിലേക്ക് വീണ്ടും ഇങ്ങനെ വരുന്നു. കണ്ടോ, ഇപ്പോൾ നമുക്ക് പ്രോപ്പർ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, 10-10 പൊസിഷനിൽ ഞാൻ ഇനി പിടിക്കുന്നു. ഇപ്പോൾ നമ്മൾ 3rd ഗിയറിലാണ് പോകുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് തിരിയണം. ഈ സൈഡിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ വലത്തെ കൈ ജസ്റ്റ് ഫ്രീ ആക്കുക, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ആണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇടത്തെ കൈ ഫ്രീ ആക്കുന്നു, ഗിയർ ലിവറിലേക്ക് ഞാൻ നേരത്തെ കൈ എടുത്ത് വെക്കുകയാണ്, എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ഗിയർ ഡൗൺ ചെയ്തിട്ട് 2nd ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഒരേ സമയത്താണ് ലഭിക്കുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, എൻ്റെ 2 കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു. ഇനി 1st ഗിയറിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ആ ഗിയർ ഇടാനായിട്ടുള്ള തീരുമാനമാണെങ്കിൽ ഇടത്തെ കൈയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ആക്കുന്നു, വലത്തെ കൈ കൊണ്ട് നമ്മളിവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യാണ്, എന്നിട്ട് ഇടത്തെ കൈ ഇവിടെ വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇടാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മളിത് ഗിയർ ലിവറിൽ കൈ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, ചേർത്ത് മുകളിലേക്ക് ഇടുന്നു. ഇപ്പം നമുക്ക് പ്രോപ്പർ 1st ഗിയറിലേക്ക് വീണു, ഒരു കൈ കൊണ്ട് ഞാനിതിങ്ങനെ സ്റ്റിയറിങ്ങും ബാലൻസ് ചെയ്തു. അപ്പം ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടത്തുള്ളൂ. എപ്പോഴും ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് 2 കൈയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും കൂടെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആകാനായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിച്ചു പോകുന്ന സമയത്ത്, ഉദാഹരണം പറയാൻ, നമുക്ക് ഫസ്റ്റിൽ നിന്ന് 2nd ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് 2nd ഗിയറിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് പ്രോപ്പർ 2nd ഇടാം. എന്നിട്ട് നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നു, വീണ്ടും നമ്മൾ 2 കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിലേക്ക് പിടിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ഇനി 3rd ഗിയർ ഇടാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളുടെ ഇടത്തെ കൈ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരിക, ഇങ്ങനെ കൈ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ 2nd ഇട്ടപ്പോൾ ഇങ്ങനെയാണ് കൈ വന്നത്, ഇനി 3rd ഇടുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരുന്നു, എന്നിട്ട് മേളിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പർ 3rd ഗിയറിലേക്ക് ഇടാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, കറക്റ്റ് 3rd ഗിയറിലേക്ക് ഞാൻ ഇട്ടു. ഇനി 4th ഇടാനായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു. നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, 4th ഇടുന്ന സമയത്തും നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ കൈ ഇങ്ങനെ വരിക, ഇങ്ങനെ വന്നിട്ട് നേരെ താഴോട്ട് അങ്ങ് ഇട്ടാൽ മതി. നമുക്ക് 4th ഇടുമ്പോൾ തെറ്റത്തില്ല. ഇനി 5th ഇടുന്ന സമയത്താണെങ്കിലോ അതും ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു, നമ്മളുടെ കൈ ഇടത്തെ കൈ ഇങ്ങനെ തന്നെ വരിക. ഓക്കെ, എന്നിട്ട് ന്യൂട്രൽ പോയിന്റിൽ വന്ന് റൈറ്റ് ചേർത്ത് മുകളിലേക്ക് ഇടുക. കണ്ടോ, അപ്പോൾ നമുക്ക് 5th ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കൈ കണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് 5th നിന്ന് 4th ഇടാം, ഇങ്ങനെ തന്നെ കൈ പിടിച്ച് 3rd ഇടാം. ഇനി 2nd ഇടുന്ന സമയത്ത്, 1st ഇടുന്ന സമയത്ത് മാത്രം ഇത് മാറും. ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് 2nd, ഇങ്ങനെ വന്ന് 1st. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ പിടിച്ച് കൺട്രോൾ ചെയ്യുക. ഒരു ബാലൻസ് കിട്ടാനായിട്ട് ഒറ്റ കൈ കൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി കൈ മേളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ഓരോ ഗിയറും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് വണ്ടി ഓടിപ്പോകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ബാലൻസ് കിട്ടാനായിട്ട് ഈ 9-3 പൊസിഷൻ, ഇത് 9-3 പൊസിഷൻ എന്നാണ് പറയുന്നത്. ഈ പൊസിഷനിൽ നിന്ന് 10-10 പൊസിഷനിലേക്ക് നമ്മൾ കൈ കയറ്റി പിടിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് തിരിക്കാം,
ഇങ്ങനെ റൈറ്റ് തിരിക്കാം, വീണ്ടും നമുക്ക് നേരെയാക്കി കൊടുക്കാം. നല്ല ഒടിവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ താഴോട്ട് വന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ഓവർ മെത്തേഡിൽ തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ക്രോസ് ഓവർ മെത്തേഡ്. വീണ്ടും നമുക്കിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ക്രോസ് ഓവർ മെത്തേഡ്. ഈ മെത്തേഡ് സേഫ് അല്ല, ഈ മെത്തേഡ് നമ്മൾ ഒരു കാരണവശാലും സേഫ് അല്ല. പിന്നെ ക്രോസ് ഓവർ മെത്തേഡും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻട്രലായിട്ടാണ് എയർ ബാഗ് വരുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ക്രോസ് ഓവർ മെത്തേഡിൽ അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡ് ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എയർ ബാഗ് മുഖത്ത് അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്തെ കവർ ചെയ്യാനായിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ കൈ ഇവിടെ ഉണ്ടെങ്കിൽ കൈ കൂട്ടിയായിരിക്കും എയർ ബാഗ് മേളിലേക്ക് വരുന്നത്. കറക്റ്റ് നമ്മുടെ മോന്തയ്ക്ക് വന്ന് കൈ അടിക്കും. അത് മറ്റ് ഇഞ്ചുറി പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൈ പിടിച്ച് ഉള്ള ഡ്രൈവിംഗ് പരിശീലിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.